ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? അതേപോലെ തന്നെ നമ്മുടെ കർക്കിടകം 1 അപ്പോൾ ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് രാവിലെ ഇപ്പോൾ നീച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നീച്ചു നേരെ വന്നതാണ് നമ്മുടെ മീൻകുളത്തിൻ്റെ അങ്ങോട്ടാണ് കേട്ടോ. ഇന്നലെ കൊടുത്തിട്ടുള്ള ഫുഡ് ഫുള്ള് അവരിതാ നോക്കി ഒരെണ്ണം പോലും വേസ്റ്റ് ആക്കാതെ ആ ഒരു ചേമ്പല മൊത്തത്തിൽ കഴിച്ച് നോക്കി. അതിൻ്റെ തണ്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമുക്കവിടെ ബാലൻസ് ആയിട്ട് എന്തായാലും ഇനി ഫുഡ് കൊടുക്കണം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അല്ലാത്ത ഫുഡാട്ടോ, അതായത് ഈ ഇലയൊന്നും അല്ലാട്ടോ കൊടുക്കുന്നത്, അല്ലാത്ത ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും അതൊന്ന് കൊടുക്കട്ടെ. നോക്കി എന്നെ കണ്ടപ്പോഴത്തേക്കും തീറ്റയായിട്ട് വന്നിട്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും മേളിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. ഇത് നോക്കി നല്ല തണുപ്പാട്ടോ. അപ്പോൾ ഇന്നലെയൊക്കെ പകലൊക്കെ നമുക്ക് നല്ല വെയിലാണെങ്കിലും പുലർച്ചയ്ക്കൊരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല മഞ്ഞും തണുപ്പ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു തണുപ്പ് നമുക്ക് ആ ഒരു ചെടികളിലൊക്കെ കാണാൻ വേണ്ടി പോയിട്ട് നോക്കി മൊത്തം ഒരു മഴ പെയ്ത പോലെ ആട്ടോ ഒരു മഞ്ഞുതുള്ളി ഇങ്ങനെ വീണ് മൊത്തത്തിൽ ഇലകളൊക്കെ നനഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആദ്യം അവർക്ക് ഫുഡ് കൊടുക്കണം. പിന്നെ നമ്മുടെ കോഴികളൊക്കെ ഒന്ന് തുറന്നു കൊടുത്താൽ കുറച്ച് പരിപാടി ഇല്ല കേട്ടോ. അപ്പം എന്തായാലും എല്ലാ വിശേഷങ്ങളും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഇതാ ഓടിച്ചാടി നടക്കുന്നുണ്ട് തൊഴി. അപ്പോൾ ഇപ്പോൾ നമ്മളിനി ഫിഷ് ഫീഡ് തന്നെയാണ് കേട്ടോ കൊടുക്കാൻ വേണ്ടി പോണത്. അത് നമ്മൾ 4 ടൈമായിട്ടാണ് ഒരു ദിവസം കൊടുക്കാറുള്ളത്. പിന്നെ നമ്മളല്ലാതെ ഇതുപോലത്തെ കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫീഡും കൊടുക്കാറുണ്ട് കേട്ടോ കൂട്ടത്തിൽ. ചിലരൊക്കെ അത്യാവശ്യം നല്ല സൈസ് വെച്ചിട്ടുണ്ട്, ചിലതാണെങ്കിൽ ഒരുപാട് അത്രയും സൈസ് വെച്ചിട്ടൊക്കെ കേട്ടോ. പലരും പല സൈസിലാട്ടോ നിൽക്കുന്നത് എന്തായാലും. അപ്പം ഇനി ഒട്ടും ടൈം വേണ്ട, കാരണം അവർ രാവിലെ വിശന്നിരിക്കുമായിരിക്കും കേട്ടോ. ഫുഡിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് വേണം. നമുക്ക് നേരെ കൊടുക്കാം. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുമ്പോൾ ചേമ്പിൻ്റെ തണ്ടും കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ട് അവർ. ആ ഒരു തണ്ടിങ്ങനെ വെള്ളത്തിൽ കിടന്നിട്ട് ഇങ്ങനെ ഒന്നുകൂടി ഒന്ന് അതിൻ്റെ ഒരു ഹാർഡ്നെസ് അങ്ങ് പോകുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് അവർ കുറച്ചുകൂടി അത് കഴിക്കുന്നുണ്ട് എന്തായാലും. അപ്പോൾ എല്ലാവർക്കും വിശാലമായിട്ട് നടക്കാൻ ഭാഗത്ത് എല്ലാവരും ഇങ്ങനെ വാരി അങ്ങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് മാത്രം ഇടാതെ മൊത്തമായിട്ട് അങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ്. എല്ലാവരും വന്ന് ഫുഡ് എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് നീന്തി തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിക്കട്ടെ. നമ്മുടെ ആ നെറ്റിൻ്റെ പൊക്കത്ത് കൂടെ കുറച്ച് ചപ്പുണ്ട് കേട്ടോ. അതായത് ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ ആ ഒരു പേരമരമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞിട്ട് നേരെ ആ നെറ്റിൻ്റെ പൊക്കത്തേക്ക് വീണിരിക്കണം. അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു ചൂല് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴത്തേന് എല്ലാം പാടെ നമുക്ക് വാരി കളയാൻ വേണ്ടി പറ്റും. നോക്കി എല്ലാവരും ഫുഡ് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു മഞ്ഞുതുള്ളിയുടെ എഫക്റ്റ് നോക്കിയൊരു മഴ പെയ്തൊരു ഫീലിലാട്ടോ മൊത്തം കിടക്കുന്നത്. നല്ല തണുപ്പിട്ട് കേട്ടോ. പിന്നെ തണുത്ത കാറ്റും കൂടി ഉണ്ടല്ലോ ഈ ഒരു ഏരിയയിൽ. മൊത്തം ഇലകൾ ഈ ഒരു ഇത് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ അടിഭാഗത്തേക്ക് വരെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഇത്. അപ്പോൾ അത്രത്തോളം മഞ്ഞാട്ടോ നമുക്ക് തീർച്ചയായിട്ടും ആകുമ്പോഴത്തേനും പെയ്തിറങ്ങുന്നത്. അപ്പം എന്തായാലും നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് അവരിത് ഓക്കെ ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. രാവിലത്തെ ഒരു തണുപ്പിൽ നമ്മളിങ്ങനെ പുറത്ത് നിൽക്കുമ്പോൾ തൊണ്ടയ്ക്കിനെ ഒരു ഭയങ്കര ഇതാണ്, കാരണം അത്രത്തോളം കൊടുന്ന തണുപ്പ് തന്നെയാണ്. പിന്നെന്താ കോടയില്ല കേട്ടോ, നന്നായിട്ട് തെളിഞ്ഞു കിടക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേന് വെയിൽ വരുത്താട്ടോ കണ്ടിട്ടൊരു തോന്നല, കാരണം ആ ഒരു കോടയോ അങ്ങനെ ഒരു മൂടലൊന്നും ഇല്ല. നല്ല തണുപ്പുണ്ട്, എന്നാൽ നന്നായിട്ട് തെളിഞ്ഞും കിടക്കും കേട്ടോ. അതേപോലെ നമ്മളിപ്പോൾ മീൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫീഡിൽ ക്വാണ്ടിറ്റിയിലും അതേപോലെ തന്നെ സൈസിലൊക്കെ നല്ല രീതിയിൽ വ്യത്യാസം കേട്ടോ. മീൻ കുഞ്ഞുങ്ങൾ വളരുന്നതിനനുസരിച്ച് നമ്മൾ ക്വാണ്ടിറ്റിയും കൂട്ടണം, അതേപോലെ തന്നെ അവരുടെ മൗത്തൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളതിൻ്റെ സൈസ് നന്നായിട്ട് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ കോഴികളാട്ടോ ബർഹഡായിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് അവരൊന്ന് തുറന്നു വിട്ട് അവർക്കൊന്ന് ഫുഡ് കൊടുക്കണം. അപ്പോൾ അവർ തുറന്നു വിട്ട് നമ്മൾ ഡയാനും തുറന്നു വിടാണ്ട് രാവിലെ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് പരിപാടി കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ കിച്ചണിലേക്ക് കയറുന്നത്. ബാക്കിയുള്ള കുറച്ച് പരിപാടിയൊക്കെ എന്നാലും നമുക്ക് അതെല്ലാം കാണാം. നല്ല കാറ്റാണ്, ഇപ്പോൾ പറയുമ്പോൾ തന്നെ നല്ല തണുത്തൊരു കാറ്റാണ് വീശുന്നത്. ഞങ്ങളൊന്ന് തുറന്നു വിടുമോ ഞങ്ങളൊന്നും തുറന്നു വിടുമോ എന്നാട്ടോ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒട്ടും താമസിക്കണ്ട, അങ്ങ് തുറന്നു വിട്ടേക്കാം. നമുക്ക് ഓരോരുത്തരായിട്ട് ഇങ്ങനെ പുറത്തേക്ക് എടുക്കാതെ അതിന് വിട്ട് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരായിട്ട് മുട്ടയിടാൻ കയറും കേട്ടോ. അപ്പോൾ നോക്കി നല്ല ക്യൂട്ടാട്ടോ ഓരോരുത്തരും, കാരണം ഇങ്ങനെ നമ്മളെ കൊത്താനോ അങ്ങനെ അത്ര വലിയ അഗ്രസീവൊന്നും അല്ല കേട്ടോ. നമ്മളായിട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ ഇണങ്ങിയല്ലോ. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ട് അതിലിപ്പോൾ കുറച്ച് നാളായിട്ടുണ്ടല്ലോ. വിട്ടിട്ടൊന്നും പോകുന്നില്ല അവിടെ, നേരെ വീണ്ടും കയ്യിലേക്ക് കയറിയിരിക്കുവാണേ. നമ്മളിനിപ്പോൾ ഒരു മേഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിലൊക്കെ നമ്മളിങ്ങനെ തലവിടാനോ അല്ലെങ്കിൽ നമ്മൾ പിടിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ അതേപോലെ നിന്ന് തരും കേട്ടോ. രണ്ടുപേരും പ്രത്യേകിച്ച് പറയാൻ തന്നെയാണ്, കാരണം അവർക്ക് അങ്ങനെ പേടിയോ കാര്യങ്ങളും. ചില കോഴികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പെട്ടെന്ന് നമ്മളെ കാണുമ്പോഴത്തേനും പേടിച്ചിങ്ങനെ ഓടുന്നൊക്കെ. പക്ഷെ ഇതങ്ങനെയല്ല കേട്ടോ. പെട്ടെന്ന് നമ്മൾ വരുവാണെങ്കിൽ അങ്ങനെ നിന്ന് അവിടെ തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഓരോരുത്തരായിട്ട് എന്തായാലും പുറത്തേക്ക് എടുക്കട്ടെ. അങ്ങനെ നമ്മൾ എല്ലാവരും പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്.
ഇറക്കുന്നവരെ ഇറക്കാനായിട്ട് ഭയങ്കര ബഹളമാണ് നോക്കിയത്. ഒരാൾ ഇവിടെ ഇറക്കി വിട്ടിട്ട് കൂടെ അങ്ങ് മേയാനൊന്നും പോകുന്നില്ല കേട്ടോ, ഇങ്ങനെ നിൽക്കുവാണേ. അപ്പോൾ എന്തായാലും നമുക്ക് രാവിലെ അരി കേട്ടോ കൊടുക്കുന്നത്. ചില ദിവസം ഗോതമ്പ് കൊടുക്കാറ്, ചില ദിവസം അരി കൊടുക്കാറുണ്ട്. ഇന്ന് നമുക്ക് എന്തായാലും അരി കൊടുക്കണം. അപ്പോൾ കൂടിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഗ്രീൻ നെറ്റ് ആട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഓരോരുത്തരായിട്ട് പോയിട്ടുണ്ട്. അപ്പം നമുക്കിനി പോയിട്ട് അരി എടുക്കട്ടെ. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഫുള്ള് നാടൻ കോഴികൾ തന്നെയാണ്. തന്നെ അവർ എന്ത് കൊടുത്താലും കഴിക്കും കേട്ടോ. അപ്പോൾ അരിയെല്ലാം എടുത്തിട്ടുണ്ട്. അരിയൊക്കെ എടുക്കാൻ നടത്തുന്നത് എല്ലായിടത്തും ചുറ്റും കൂടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലൊരു പൂവൻ കോഴിയും കൂടി ഉണ്ടായിരുന്നുണ്ട്. പക്ഷേ അവൻ്റെ കാലിൽ ചെറിയൊരു പരിക്ക് പറ്റിയിട്ട് അവൾക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങ് നടക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആളിവിടെ ഉണ്ട്, ഇങ്ങനെ തുറന്ന് വിട്ടിട്ടുണ്ട്. പക്ഷെ എന്തായാലും അങ്ങനെ ഓടി നടന്ന് തീറ്റിയെടുക്കാനുള്ള ഒരു ഇതില്ല കേട്ടോ ആൾക്കിപ്പോൾ. അപ്പോൾ അവർ രാവിലെ തന്നെ മുട്ടയിടാനൊക്കെ കയറും കേട്ടോ. അപ്പോൾ എന്തായാലും കഴിക്കട്ടെ. കഴിച്ച് പിന്നെ ഓരോരുത്തരായിട്ട് വെയിറ്റിംഗ് ആയിരിക്കും കേട്ടോ മുട്ടയിടാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇതേപോലത്തെ ഫുഡ് കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് ചീര പോലെ തന്നെ ഇലകളൊക്കെ കൊടുക്കുന്നത് നല്ലതാട്ടോ ഈ കോഴികൾക്കൊക്കെ. അങ്ങനെ അവിടുത്തെ ബഹളങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ പോണത് നമ്മുടെ ഡയാനേനും കൂടെ ഒന്ന് തുറന്നു വിടാനായിട്ട്. അപ്പോൾ ആളുടെ അടുത്തേക്കാണ്. രാവിലെ ഒന്ന് തുറന്നു വിട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ നേരത്തെ ആ ഒരു ടൈമിലാട്ടോ തുറന്നു വിടാറുള്ളത്. അപ്പോൾ രാവിലെ തുറന്നു വിട്ട ആ ഒരു സന്തോഷത്തിലാട്ടോ ഒന്ന് കറങ്ങി അടിച്ചിട്ട് നേരെ വന്നിട്ടുണ്ടേ. ആളിപ്പോൾ ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ചക്ക മുറിച്ചിട്ടാണ്. അപ്പോൾ അത് ചക്ക മുറിച്ചതിൻ്റെ ആ ഒരു മുള്ളൊഴിച്ച് ബാക്കി എല്ലാ ആശം കഴിക്കട്ടെ. അപ്പോൾ അതാട്ടോ അതിൻ്റെ വേസ്റ്റ് എവിടെയും കിടക്കുന്നുണ്ടോ എന്നാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് വന്ന് കഴിക്കണം ഇങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ തന്നെയാണ്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ കിച്ചണിലൊക്കെ കയറുക. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ചായ വെക്കാട്ടോ ആദ്യം തന്നെ. ഇനി നമുക്ക് ഡയറക്റ്റ് പൈപ്പിൽ തന്നെ കേട്ടോ വെള്ളം പിടിക്കുന്നത്. കാരണം ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നല്ല വെയിൽ തന്നെയാണ്. അപ്പോൾ വെള്ളമായാലും രാവിലെ നല്ല തണുപ്പുണ്ട് വെള്ളത്തിൽ, എന്നാൽ കൂടി നല്ല രീതിയിൽ തെളിഞ്ഞ വെള്ളമാട്ടോ വരുന്നത്. അതായത് നീരുറവിയിൽ നിന്ന് വരുന്ന വെള്ളമായതുകൊണ്ടാണ് ഇത്രയും തണുപ്പ്. എനിക്ക് തോന്നുന്നു കിണറ്റിൽ നിന്ന് എടുക്കുന്ന വെള്ളമാണെങ്കിൽ ഇത്രയും തണുപ്പ് വരില്ല. അതിപ്പോൾ ഉറവിൽ നിന്ന് ഡയറക്റ്റ് വരികയാണ്, നമ്മൾ അവിടെ നോസിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ചായക്ക് വെള്ളമൊക്കെ ഞാനത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ കറണ്ട് അടുപ്പിലാട്ടോ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ചോറ് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ചാരം കയറണം. അപ്പോൾ നമ്മൾ ഡെയിലി നമ്മുടെ ഈ ഒരു വിറകടുപ്പ് കത്തിക്കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്ന ഒരു പുക. കാരണം മേലിൽ തട്ടാനും ആയിട്ടുണ്ടേ. ഇതാക്കിയിട്ട് നമ്മൾ ചായ തിളച്ചിട്ടുണ്ടോ. അപ്പോൾ ഡെയിലി നമ്മളിങ്ങനെ വിറകടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പുക വരുന്നത്. കാരണം എത്ര ഇനിയിപ്പോൾ കത്തുന്ന വിറകാണെങ്കിൽ കൂടി നമ്മൾ ഡെയിലി ഇത് കത്തിക്കുവാണല്ലോ. അതുകൊണ്ട് തന്നെ എന്തായാലും നമുക്ക് കുറച്ചൊക്കെ പുക ഉണ്ടാവും. പിന്നെ നമുക്ക് ചാരം പോരാട്ടോ. പിന്നെ ഒരാഴ്ചയായിട്ട് നമുക്ക് നല്ല വെയിലാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ കവുങ്ങുകളുണ്ടല്ലോ, മണ്ട പോയ കവുങ്ങുകളൊക്കെ നന്നായിട്ട് ഉണങ്ങി കിടക്കണം. അപ്പോൾ അതൊക്കെ നമ്മൾ പീസ് ആക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ചോറുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കളഞ്ഞ് നല്ല ക്ലീൻ ആക്കിയിട്ട് നന്നായിട്ട് ചെറിയ പീസുകളായിട്ട് നമ്മൾ ചെറിയ അലകളുണ്ടല്ലോ അതുപോലെ ഞാൻ പൊളിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒന്ന് വാര വെച്ചിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലേക്ക് ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഉണങ്ങി കിടക്കും. അപ്പോൾ ഓൾറെഡി വെയിൽ കൊണ്ട് അങ്ങനെ നന്നായിട്ട് ഉണങ്ങി കിടക്കണം. അപ്പോൾ എന്തായാലും അതാട്ടോ ഞാനിപ്പോൾ കത്തിക്കാൻ വേണ്ടി എടുക്കാൻ വേണ്ടി പോകുന്നത്. ചാരം കൂട്ടട്ടെ. അപ്പോൾ കട്ടൻ ചായ കേട്ടോ നമുക്കിന്ന് കുടിക്കാനായിട്ട് രാവിലെ. അപ്പോൾ കട്ടൻ ചായ കുടിച്ചിട്ട് ഞാൻ നേരെ പോയിട്ട് കുളിക്കട്ടെ. അപ്പോൾ എന്തായാലും കുളി കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മുടെ ബാക്കിയുള്ള പണികളൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് കാണാം. അപ്പോൾ പറഞ്ഞ പോലെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മൾ രാവിലെ കാണിച്ചിട്ടുള്ളത്, അതായത് നേരത്തെ കണ്ട ആ ഒരു ക്ലൈമറ്റേ അല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ വ്യത്യാസം വന്നിട്ടുണ്ടേ. അതായത് നന്നായിട്ട് തന്നെ വെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഒരു 8 മണിയൊക്കെ ആവുന്നുള്ളൂ. അപ്പോഴത്തേക്കും ഒട്ടത്തിലേക്ക് നല്ല അടിപൊളി വെയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല വെയിലിപ്പോൾ ഒരു 1 വീക്കായിട്ടുണ്ട് ഞാൻ രാവിലെ തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് ആ ഒരു ഉണ്ടാവാതെ, അതായത് പൂക്കൾ മഴ നല്ല രീതിയിൽ തന്നെ ശക്തിയായ ടൈമിൽ നമ്മുടെ മെലസ്റ്റോമിയിലായതുപോലെ തന്നെ ഒരുപാട് ചെടികളിലൊക്കെ ഫ്ലവറിങ് കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 1 വീക്കായിട്ട് നല്ല വെയിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ ഉണ്ടാവുന്ന പൂക്കൾക്ക് നല്ല കളറും ഉണ്ട്, നല്ല സൈസും അത്യാവശ്യം പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്താ അവസ്ഥ, മഴ പെയ്യുമെന്നൊന്നും അറിയാം. എന്തായാലും ഇപ്പം നല്ല തെളിഞ്ഞൊരു ക്ലൈമറ്റാണ് മൊത്തത്തിൽ. സാധാരണ നമുക്ക് കർക്കിടക മാസമൊക്കെ ആകുമ്പോൾ നല്ല മഴ തന്നെയായിരിക്കും കേട്ടോ. പൊതുവെ ഇപ്പോൾ മഴക്കാലം കൂടിയാണ്. അപ്പോൾ എന്തായാലും ഇന്നൊക്കെ നല്ല തെളിഞ്ഞ് കിടക്കും കേട്ടോ. ഇനി പെയ്യുമെന്ന് പോലും നമുക്കറിയാം. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനെ കണ്ടിട്ട് പെയ്യാനുള്ള ഒരു ചാൻസും കാണുന്നില്ല. അപ്പോൾ എന്താ അവസ്ഥ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം കേട്ടോ. അതേപോലെ തന്നെ നല്ല മഴയായ സമയത്ത് നമ്മുടെ ശംഖുപുഷ്പത്തിലും ഫ്ലവറൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ നല്ല വെയിലൊക്കെ കിട്ടുമ്പോൾ നന്നായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തിരി മുട്ടും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൂക്കളൊക്കെ ഉണ്ടേ. അപ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിന് ശേഷം നമുക്കിനി അമ്പലത്തിൽ പോകണം കേട്ടോ. അപ്പോൾ 1-ാം തീയതി കൂടി ആണല്ലോ. അപ്പോൾ നമുക്കിനി അമ്പലത്തിൽ പോകണം. അപ്പോൾ അതിന് മുന്നായിട്ട് കുറച്ച് പണികൾ പെട്ടെന്ന് പോയി ചെയ്ത് തീർക്കാണ്ട്. അപ്പോൾ അതിന് പോയിട്ട് അതെല്ലാം ഒന്ന് ചെയ്യട്ടെ. അപ്പോൾ ഇനി നമ്മൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് പുട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ടും അതുപോലെ തന്നെ ചക്കയൊക്കെ മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ പോയിട്ട് അതെല്ലാം സെറ്റാക്കിയിട്ട് വരാം. അങ്ങനെ പുട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ പുട്ട് കഴിക്കാം. അപ്പോൾ പുട്ട് കഴിച്ചതിന് ശേഷം ഞാനത് അമ്പലത്തിൽ ഒന്ന് പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ എന്തായാലും പുട്ട് കഴിക്കട്ടെ. പുട്ടിൽ ആ ഒരു ചക്കയൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് ആ ഒരു ചക്കയുടെ ഫ്ലേവറൊക്കെ നല്ല രീതിയിൽ തന്നെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ഞാൻ എന്താ ഫുഡ് കഴിക്കൽ എല്ലാ പരിപാടിയും കഴിഞ്ഞത് അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ തന്നെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ രാവിലെ കാണിച്ചപ്പോൾ നല്ല വെയിലായിരുന്നുണ്ട്. പക്ഷെ ഇതാ നോക്കി എങ്ങനെ പെയ്യാതിരിക്കാൻ പറ്റും. അതായത് എല്ലാ കർക്കിടക മാസത്തിലും നമുക്ക് നല്ല മഴ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സ്റ്റാർട്ടിങ് ആണല്ലോ കർക്കിടകം വന്നപ്പോൾ ഇതാ നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കണം. കുറേ നേരമായിട്ട് ഇപ്പോൾ പെയ്യാൻ തുടങ്ങിയിട്ട് ഫുള്ള് മിറ്റും റോഡൊക്കെ ഒരേ ലെവലിലേക്ക് ഒഴുകി കലങ്ങി മറിഞ്ഞിട്ടാണ് വരുന്നത്. അത്രത്തോളം നല്ല ഫോഴ്സിലാട്ടോ വെള്ളം വന്നിട്ട്. എന്തായാലും രാവിലത്തെ ഒരു വെയിലൊക്കെ കണ്ടപ്പോൾ മഴയിൽ നിന്ന് പെയ്യുന്ന പ്രതീക്ഷിതേ ഇല്ല കേട്ടോ. കാരണം അത്ര ചൂടുള്ളൊരു വെയിലായിരുന്നുണ്ട്. രാവിലത്തെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ല വെയിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ നോക്കി നമ്മൾ ആ ഒരു വിചാരിച്ചതിനെക്കാട്ടിലും അതായത് നമ്മളങ്ങനെ മഴ പെയ്യില്ലാന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആ ഒരു ടൈമിലായിരുന്നു ഈ ഒരു മഴയുടെ വരപ്പോൾ ഒന്ന് പെയ്ത് തോർന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് പുറത്തിറങ്ങണം. കാരണം അതിഗംഭീര മഴ തന്നെയായിരുന്നു കേട്ടോ. നല്ല ശക്തിയിൽ നമുക്ക് ജസ്റ്റ് ആ ഒരു മിറ്റൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും. എനിക്ക് റോഡിലേക്കൊക്കെ കുറേ കല്ലുകളൊക്കെ നിരന്ന് ഒഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. എപ്പോഴായാലും നല്ല രീതി തന്നെ വെള്ളം വരുന്നത്. അടുത്ത മഴ വരുന്നുണ്ട് കേട്ടോ കൈസ്. നോക്കി പെട്ടെന്ന് ഉള്ളിൽ കയറിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിന്ന നിപ്പിലാട്ടോ മഴ ശക്തി കൂടുന്നത്. കാരണം അത്രത്തോളം ഫോഴ്സിൽ പെട്ടെന്നാട്ടോ മഴ ഇങ്ങനെ പെയ്യണത്. ഞാൻ സിറ്റ് ഔട്ടിൽ നിന്നിട്ടാട്ടോ കാണിച്ചിരുന്നു. അപ്പോൾ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല. കാരണം മഴ അത്യാവശ്യം നല്ല ഗംഭീരമായിരുന്നു കേട്ടോ പെയ്തിറങ്ങിയത്. എനിക്ക് റോഡൊക്കെ ആയാലും നല്ല രീതിയിലാട്ടോ കലങ്ങി മറിഞ്ഞ് ഒരുപാട് കല്ലും നെറ്റിലും ഒക്കെ ഒഴുകി വന്നിട്ടുണ്ട് കേട്ടോ. ഓരോ മഴ പെയ്യുമ്പോഴും ഇതാട്ടോ അവസ്ഥ. അതുകൊണ്ട് തന്നെ റോഡിൻ്റെ കാര്യം ഭയങ്കര ശോകാട്ടോ. വെള്ളം ഇങ്ങനെ നേരെ വന്ന് നമ്മുടെ മുറ്റത്തിൻ്റെ ഒരു ഏരിയയിലേക്കാണ് കയറുന്നത്. ഇന്ന് പെയ്ത് തോർന്നപ്പോഴത്തേക്കും അടുത്ത മഴ ഗംഭീരമായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നത്. തവളയൊക്കെ നല്ല അടിപൊളിയായിട്ട് കരുതുന്നത് ഫുള്ളിന് മഴ തന്നെ ആയിരിക്കാനാണ് ചാൻസ്. കാരണം അത്രത്തോളം നന്നായിരുന്നു. ആ മേളിലേക്കൊക്കെ കാർമേലേക്ക് ഇരുണ്ട് കൂടി ഫുള്ളൊരു എന്താ പറയുക നന്നായിട്ട് കോട ഇറങ്ങിയിട്ടില്ലാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നന്നായിട്ട് മൂടി കിടക്കുവാണ് മൊത്തത്തിലങ്ങ്. അല്ല ഗൈസ് മഴ പെയ്തോടുകൂടി കറണ്ടിൻ്റെ കാര്യം തീരുമാനമായിട്ടോ. കറണ്ടൊക്കെ അപ്പഴേ പോയത് എപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ രണ്ടാമത്തെ മഴയായിട്ട് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു മഴ പെയ്തൊരു 4 മണിക്കൂർ അടുപ്പിച്ച് നന്നായിട്ട് പെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത മഴ ചെറിയൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കറണ്ട് കൂടി പോയ അവസ്ഥയ്ക്ക് ഈ ഒരു വീഡിയോ ഇനിയിപ്പോൾ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞ് ഇന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കാം, പരമാവധി ഇന്ന് തന്നെ എഡിറ്റ് ചെയ്ത് സെറ്റാക്കാൻ വേണ്ടി നോക്കാം. മഴ ഇങ്ങനെ പെയ്ത് ഞാൻ ഇപ്പോൾ പുറത്താട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഉള്ളിൽ കുറച്ച് ക്ലാരിറ്റി കുറവുള്ളതുകൊണ്ട് ഞാൻ അപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ തുള്ളിയൊക്കെ വന്നത് എൻ്റെ ക്യാമറയിലേക്കൊക്കെ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ആ ഒരു തുള്ളിക്ക് കുറച്ചുകൂടി കാടിഞ്ഞും കൂടി തുടങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും ഗൈസ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ കട്ടയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കാൻ വേണ്ടി മറക്കലേട്ട്. എന്നാൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോസിൻ്റെ ഓരോ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റ് ടൈമിൽ തന്നെ എത്തുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണുന്നവരെ ബൈ.